ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ PSC ബുള്ളറ്റിൻ, അതായത് 2024 ജൂലൈ 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ PSC മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ വിശകലനവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം. സെലനോഗ്രാഫി എന്നാൽ എന്ത്? ഓപ്ഷൻസ്: നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം, ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം, സൂര്യനെക്കുറിച്ചുള്ള പഠനം, ഉൽക്കകളെക്കുറിച്ചുള്ള പഠനം. ആൻസർ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ സെലനോഗ്രാഫി, ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. പല പ്രാവശ്യം PSC ആവർത്തിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡാണ്. അപ്പോൾ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. 1.3 സെക്കൻഡ് കൊണ്ട് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്തും. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. സെലനോഗ്രാഫി മറക്കണ്ട. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ദെൻ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡാണ് വേണ്ടത്. നമ്മൾ പറഞ്ഞു ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡും സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡും. പ്രകാശം അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അനുപ്രസ്ഥം, പ്രസ്ഥം പ്രകാശം, പ്രസ്ഥം പ്രകാശം, പ്രസ്ഥം പ്രകാശം. പ്രകാശം അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോഗണി. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോഗണി. അപ്പോൾ അനുപ്രസ്ഥ തരംഗം പ്രകാശത്തിന് ഉദാഹരണമാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോഗണി. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡാണ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനം കോസ്മോഗണിയാണ്. സെലനോഗ്രാഫി അറിയാം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡാണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ്. ഓർത്തിരിക്കുക. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് അസ്ട്രോണമി. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് അസ്ട്രോണമി. സൂര്യനെക്കുറിച്ചുള്ള പഠനമാണ് ഹീലിയോളജി. അപ്പോൾ ഹീലിയോളജി സൂര്യനെക്കുറിച്ചുള്ള പഠനമാണ്. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് അസ്ട്രോണമി. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അസ്ട്രോണമി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. ദെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ S രാധാകൃഷ്ണൻ, ജോൺ മത്തായി, മൗലാന അബുൽ കലാം ആസാദ്. ആൻസർ മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. യഥാർത്ഥ പേര് അബ്ദുൽ കലാം മൊഹീദ്ദീൻ അഹമ്മദ് എന്നായിരുന്നു. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ കലാം മൊഹീദ്ദീൻ അഹമ്മദ്. നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മൗലാന അബുൽ കലാം ആസാദാണ്. അപ്പോൾ നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മൗലാന അബുൽ കലാം ആസാദാണ്. ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്രമന്ത്രിസഭ 1947 ഓഗസ്റ്റ് 15 ചുമതലയേറ്റു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്രമന്ത്രിസഭ 1947 ഓഗസ്റ്റ് 15 ചുമതലയേറ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ജോൺ മത്തായി. മലയാളിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ജോൺ മത്തായി. ഇതും പല പ്രാവശ്യം PSC ആവർത്തിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രി ജോൺ മത്തായി.